കർക്കിടക മാസം പൊതുവെ മഴക്കാലമാണ്. അപ്പം നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും വീടുകളിലാണ് ചിലവാക്കുന്നത്. വീടുകളിൽ ചിലവാക്കുമ്പോൾ നമ്മൾ 90% ടൈം നമ്മൾ മൂവി കാണുകയോ അല്ലെങ്കിൽ പല കാര്യത്തിൽ ഇൻഡൽജ് ആകുമ്പോൾ നമുക്ക് ഈ മഞ്ചിങ് ഒരു സ്വഭാവം ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ വറുത്തതും പൊരിച്ചതും ഒക്കെ കൂടുതൽ കഴിക്കുന്ന കാലമാണ്. അത് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. കഴിവതും നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളതല്ലാതെ സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ നോക്കുക. രണ്ടാമത് നമ്മൾ ഈ കാലഘട്ടത്തിൽ എണ്ണ തേച്ചുള്ള കുളി വളരെ വളരെ നല്ലതാണ്. കാരണം മഴക്കാലം ആകുമ്പോൾ വാട്ടർ ബോൺ ഡിസീസസ് കൂടുതലാവും. അപ്പം എണ്ണ തേച്ചുള്ള കുളി നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. മഴക്കാലത്ത് ചെയ്തുകൂടാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കണം, പച്ചവെള്ളം തൊടാൻ പാടില്ല. മുതിർന്നവർ കൂടുതലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളം വാതത്തിനെ കൂട്ടുകയും നമുക്ക് നടുവേദന സന്ധിവേദന കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം കഴിവതും നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. ഇനി ഈ ചൂടുവെള്ളത്തിൽ നമുക്ക് കരിനൊച്ചി ഇല, ആവണക്കിൻ്റെ ഇല, പിന്നെ നീം ഇതൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് ഇതൊരു കിഴി പോലെ കെട്ടിയിട്ടിട്ട് തിളപ്പിക്കുന്നത് വളരെ നല്ല. കാരണം ബാത്റൂം അഴുക്കാവത്തും ഇല്ല, അതുപോലെ അതിൻ്റെ സത്വം വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഈ വെള്ളത്തിൽ വെച്ച് കുളിച്ചാൽ കുറച്ചും കൂടെ രോഗപ്രതിരോധ ശക്തി മാത്രമല്ല, വേദനയ്ക്ക് നല്ല കുറവുണ്ടാവും, നീര് വറ്റാനും നല്ലതാണ്. കരിനൊച്ചി ഇല പ്രത്യേകിച്ച് നമ്മൾ ഉണക്കി പൊടിപ്പിച്ചിട്ട് അത് പുട്ടിലും ചേർത്ത്, പുട്ടുപൊടിയിലോ അരിപ്പൊടിയിലോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സ്വെല്ലിങ്സ് കുറയാനും നല്ല ചാൻസസ് ആണ്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓരോ മലയാളിക്കും അറിയാം കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന ഞവര അരിയാണ്. അതിൽ നമ്മൾ ഉലുവ ചേർക്കും, ചെറുപയർ ചേർക്കും, പിന്നെ മുതിര ചേർക്കും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ പൗഡറാക്കുന്ന ദശമൂലത്തിൻ്റെ കൂട്ടമാണ്. തിപ്പിലി എന്ന സാധനം നമ്മൾ ദീപനവും പാചനവും ചെയ്യുന്നതുകൊണ്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇന്ദുപ്പാണ് ഇതിനകത്ത് ചേർക്കുന്നത്, പിന്നെ ചെറിയ ഉള്ളി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. പിന്നെ ഇതിനെ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആക്കാനാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കാതെ ഉണ്ടാക്കുന്നത് നല്ലതാണ്, അത് കുറച്ചും കൂടി ഈസിലി ഡൈജസ്റ്റ് ചെയ്യാനാണ്. സ്വാദ് കൂട്ടാനാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇതിൽ നമ്മൾ മുരിങ്ങയില, പിന്നെ പച്ചിലകളൊക്കെ ചേർക്കാൻ പറ്റും. ചെറുതായിട്ട് ഇതിനെ ഇച്ചും കൂടെ ന്യൂട്രീഷ്യസും ഫൈബർ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. പച്ചിലകളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് സ്പിനാച്ച് പോലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നാടനായിട്ട് കിട്ടുന്ന ചീരയായാലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുന്നതും വളരെ ഉപയോഗമാണ്. ഫൈബർ റിച്ച് ഫുഡായിട്ട് നമുക്ക് ഒരു നേരത്തെ ആഹാരം, പ്രത്യേകിച്ച് ഇത് വൈകുന്നേരങ്ങളിൽ കഴിക്കാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നെയ്യും ചേർക്കും, പക്ഷേ ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ദഹനത്തിന്, ഓരോരുത്തരുടെ ഡൈജസ്റ്റീവ് ഫയർ, ഓരോരുത്തരുടെ ദഹനം അനുസരിച്ച് വേണം ഇത്. ബിക്കോസ് ഇത് ഒത്തിരി കോംപ്ലക്സുമാണ്. ബിക്കോസ് ഇതിനകത്ത് എല്ലാം പൾസസും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇത് ഒരു ദിവസം മുമ്പെങ്കിലും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. സ്വാദോടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കർക്കിടക മാസത്തിൽ ഇത് കഴിക്കാവുന്നതാണ്. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവും ആരോഗ്യവും വർദ്ധിക്കാൻ സഹായിക്കും. ഏവർക്കും നല്ല ഒരു കർക്കിടക മാസം ആശംസിച്ചോട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.